ഈ മുഴുവൻ വിശ്വത്തിലുള്ള ആത്മാക്കൾ പരമാത്മ സന്താനങ്ങളാണ്. ഭഗവാനാകുന്ന മാതാപിതാവ് ഒരിക്കലും നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ, നമ്മുടെ കർമ്മത്തിൽ ഈശ്വരൻ ഒരിക്കലും ആ രീതിയിൽ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ജനനവും മരണവും അതിനൊരു നിയമമുണ്ട്, അതിലൂടെ നടക്കുക. നമ്മുടെ കർമ്മങ്ങളും കർമ്മഫലങ്ങളുടെയും വിധിയിലൂടെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യാത്മാവും പ്രകൃതിയും തമ്മിലുള്ള ഇടപാടിനെയാണ് ലൗകിക കർമ്മം എന്ന് പറയുന്നത്. ലൗകികം, അതാണ് കർമ്മം. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ഇടപാടിനെയാണ് യോഗമെന്ന് പറയുന്നത്. അതിനെ അലൗകികമെന്ന് പറയും. അപ്പം ലൗകിക കർമ്മമുണ്ട്, അലൗകിക കർമ്മമുണ്ട്. ഇത് രണ്ടും കൂടെ ബാലൻസ് ആയി പോകണം ജീവിതത്തിൽ. ആത്മാവ് ഈ പ്രകൃതിയുടെ ആധാരം എടുത്ത് ഇവിടെ നാടകം കളിക്കുമ്പോൾ ഭൗതിക ലോകത്തിലെ ജീവിതത്തിനും പ്രപഞ്ചതാളത്തിനും ജീവിത നിയമങ്ങൾക്കും, പ്രപഞ്ച നിയമവും ജീവിത നിയമവും നമ്മൾ താളം തെറ്റാതെ കൊണ്ടുപോയാലേ നമ്മുടെ ജീവിതം സ്മൂത്തായിട്ട് നാടകശാലയിൽ പോകൂ. ഇനി ലൗകിക ജീവിതവും അലൗകിക ജീവിതവും ഉണ്ട്. ആത്മാവും പ്രകൃതിയും തമ്മിലുള്ള ഇടപാടും ആത്മാവിനും പരമാത്മാവുമായിട്ടുള്ള ഇടപാട്. ഇത് രണ്ടും ബാലൻസായി പോകണം. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റാതെ പോകുള്ളൂ. അതിനെയാണ് ഭൗതികതയും ആത്മീയതയും എന്ന് പറയുന്നത്. രണ്ടും ബാലൻസ്ഡ് ആയി പോകണം. പക്ഷെ എന്ത് സംഭവിച്ചു? നമ്മളിപ്പോൾ അതിഭൗതികതയിൽ പോയിട്ട് ആത്മീയതയുടെ ബാലൻസ് നമുക്ക് തെറ്റിപ്പോയി. അപ്പം അത് രണ്ടും ബാലൻസായി നമുക്ക് കൊണ്ടുപോകണം. അതിനെയാണ് പറയുന്നത് കർമ്മവും യോഗവും. ലൗകികതാർത്ഥം കർമ്മം, അലൗകികതാർത്ഥം യോഗം. കർമ്മയോഗത്തിൻ്റെ ബാലൻസിങ്, അതാണ് രാജയോഗി ജീവിതം. ലൗകിക കാര്യങ്ങൾക്കൊപ്പം അലൗകിക കാര്യങ്ങൾ, ആത്മീയതയും ഭൗതികതയും ഒരുമിച്ച് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തുഷ്ടത ഉണ്ടാകുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ആരെയെങ്കിലും എന്തിനെങ്കിലും പഴി പറഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവത്തെ തന്നെ എത്ര പഴി പറയണേ?